ഹായ് ഫ്രണ്ട്സ്, B2 അക്വ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മീൻസ് നമ്മൾ ഒരുപാട് ദിവസം നമ്മളെ ഫാമിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ട്, അപ്പോൾ ഇന്ന് നമ്മളെ ഫാമിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സെയിലിനായിട്ടുള്ള ഒരു 5 വെറൈറ്റി ഫിഷ് ഇപ്പോൾ നമ്മുടെ സെയിലിനായിട്ടുണ്ട്. നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 10-15 വെറൈറ്റി എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഒരു 5 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെയിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇത് പ്രൊഫഷണൽ കൊറിയർ വഴിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാരുടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഏത് ഫിഷാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അത് നമ്മുടെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, സ്ക്രീൻഷോട്ട് ഫോട്ടോ തന്നാൽ മതി. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊറിയർ ചാർജ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഫിഷ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ വെറൈറ്റി ഫിഷുകളുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിൻ്റെ സെറ്റപ്പ് ചിലപ്പോൾ ഈ കാണുന്ന സെറ്റപ്പ് തന്നെ കേട്ടോ. ഏരിയയിലൊക്കെ ഫുള്ള് ബേസും കണ്ടിട്ടുണ്ടാവും. മുന്നത്തെ വീഡിയോയിലൊക്കെ ഇവിടെ ഫുള്ളായിട്ട് ബേസും സെറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് ചെറുങ്ങനെ ലീക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടാങ്കിൽ വെള്ളം നിറയേണ്ടത് ഒരു ടാങ്കൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലുള്ള ടാങ്കുകളൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള ഫിഷുകൾ ഇവിടുന്നൊക്കെ ഈ മോളത്തെ റാക്കിലാട്ടോ. അതുപോലെ ഇവിടുത്തെ ഈ റാക്കിലൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ള ഫിഷുകൾ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അതിലൊക്കെ ബ്രൂഡ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ബേസുള്ള ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. സെയിലിനായി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, ഇവിടെ കണ്ടില്ല നമ്മൾ റെഡ് ഇയർ കോയിൻ്റെ സെയിലിനായിക്കൊണ്ടിരിക്കുന്ന ഫിഷാട്ടത്. ഇതിപ്പോൾ മെയിലും ഫീമെയിലൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈസൊക്കെ നമുക്ക് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഫുൾ ബ്ലാക്കിൻ്റെ ഡംബോയറിൻ്റെ സെയിലിനായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ മുമ്പ് ഒരു പ്ലാന്റഡ് അക്വേറിയം ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അക്വേറിയം അല്ല, ബേസെല്ലാം നമ്മൾ പ്ലാന്റ് ചെയ്തിരുന്നു. അത് നമുക്ക് ആയിട്ട് കിട്ടിയിട്ടാ. ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ഇതിൽ കാണാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അക്വേറിയം പ്ലാന്റ് ടാങ്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏഞ്ചൽ ഫിഷിന് വേണ്ടിയിട്ട്. അത് നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിലോട്ട് മാറ്റിയാണ് ഇത് ടാങ്ക്സ്, ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ കേട്ടോ. അപ്പോൾ അതിൽ ബാക്കി ബാലൻസുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഓരോ വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിൽ ബ്രീഡിനിട്ട ഫീമെയിലാണ്. ആൾ ഇതിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ബ്ലോണ്ട് SSD ഷോർട്ട് ബോർഡിൻ്റെ ഫീമെയിലാട്ടോ, ബ്രീഡിങ് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫുൾ ബ്ലാക്കിൻ്റെ ഫീമെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാട്ടോ. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്, അതിപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ പർപ്പിളിയർ, ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ള പർപ്പിളിയർ ആട്ടോ. ഇതൊക്കെ നമുക്ക് നിലവിലുണ്ട്. പ്ലാറ്റിനം റെഡ് ഷോർട്ട് ബോർഡിൻ്റെ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഓരോ ബ്രൂഡ് സ്റ്റോക്കിന് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു അടിപൊളി സ്ട്രെയിനാണിത്. നമ്മുടെ പ്ലാറ്റിനം ഗ്രീൻ ഡ്രാഗൻ്റെ ജയൻറ്റ് ബോഡി വരുന്ന സാധനം കേട്ടോ. നല്ല അടിപൊളി മെയിലാണ്, കണ്ടില്ലേ? സൂപ്പർ ഫിഷാണ്. നല്ല സൈസ് വരും കേട്ടോ ഫിഷ്. ബീറ്റ ഫിഷിൻ്റെ ഒക്കെ സൈസ് വരുന്നുണ്ട്. ഇതിലൊക്കെ ഇപ്പം മഴ പെയ്തിട്ട് ഗ്ലാസ്സിലൊക്കെ ചെറിയൊരു ഫോഗ് കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഗ്ലാസ്സൊന്നും ശരിക്കും കാണാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ള 2 വെറൈറ്റിൻ്റെ ഫീമെയിൽസ് ഇതിലുണ്ട്, അതിൽ മെയിൽസ് ഉണ്ട്. ഇതിലൊക്കെ ഓരോ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതെല്ലാം കാണിച്ച് വീടിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെയിലിനായിട്ടുള്ള ഫിഷുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഐവറി മൊസൈക്ക് ഉണ്ടല്ലേ, ഇവർ ഏകദേശമൊക്കെ നമുക്ക് സെയിലിനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരും വീഡിയോയിൽ കാണിക്കും. ഇതൊക്കെ ഫുൾ റെഡിൻ്റെ ഡംബോയർ, പ്ലാറ്റിനം കോയിൻ്റെ ഫീമെയിൽസിന് 3 ബ്രീഡിങ് കേജിലിട്ടാണ് ഇത് ബ്രീഡാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ യെല്ലോ മൊസൈക്ക് ഇട്ടാം. അവിടെ പയ സ്ട്രെയിൻ അടിപൊളി സാധനമാണ്. പിങ്ക് ഡെൽറ്റ ടൈലിൻ്റെ കുഞ്ഞുങ്ങൾ. ഇത് ഫുൾ ബ്ലാക്കിൻ്റെ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളാട്ടോ. ടാങ്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം നന്നായിട്ട് മഴ പെയ്തിട്ട് ഫോഗ് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ബ്ലോണ്ട് SSD കുഞ്ഞുങ്ങളാണ്. അതുപോലെ സെയിലിനായിട്ടുള്ള ബ്ലോണ്ട് SSD ആണിത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ ഇതിനേക്കാളും സെറ്റപ്പിൽ ഫുള്ളായിട്ട് ചെയ്തിരുന്നു. ഇവിടെ മൊത്തം നമ്മൾ ഫിഷ് ചെയ്തിരുന്നു കേട്ടോ. ഒരു 2 ഇയർ ബാക്ക് നമ്മളതൊന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ പുറത്ത് പോയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ടാങ്ക് നമ്മളെ ഫാമിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, നമ്മളെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തല്ലോ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അടിപൊളി കേട്ടോ. മണി പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്താണ്. ചെറിയ പീസുകൾ ഇവിടെ സെറ്റ് ചെയ്തായിരുന്നു. അത് പിന്നെ ഇങ്ങനെ വലുതായി വന്നതാണ് കേട്ടോ. ഏതായാലും ഇനി നമുക്ക് നമ്മുടെ സെയിലിനായിട്ടുള്ള ഫിഷുകളൊന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ആദ്യത്തെ വെറൈറ്റി പറഞ്ഞാൽ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ ഷോർട്ട് ബോഡിയാണ് കേട്ടോ.
റിബണും നോൺ റിബണും ഉണ്ട്. അതിൽ ഇപ്പോൾ ബ്രീഡിംഗ് പെയറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ റിബണും നോൺ റിബണും കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് നോൺ റിബൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആയിട്ടുള്ള സൈസ് ജൂനിയർ സൈസാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, കണ്ട് നോക്ക്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ള ഫിഷ്. ഇത് ജൂനിയർ സൈസാണ്. ഒരു 2 മന്തിൻ്റെ മുകളിലായിട്ടുണ്ട്. ഒരു സൈസ് ചെറുതായി തോന്നും, കാരണം ഷോർട്ട് ബോഡിയാണ്, ഇത്ര സൈസ് വരുള്ളൂ ജൂനിയർ സൈസ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ അഡൽറ്റിൻ്റെ സൈസിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന സൈസാണ് നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ളത്. താല്പര്യമുള്ളവർ ഇതിൻ്റെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വെറൈറ്റി കണ്ടു നോക്കാം. രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ഇതാണ്. റെഡ് ഇയർ കോയിൻ്റെ മെയിലും ഫീമെയിലും ഇയർ എന്ന സാധനം കേട്ടോ. നല്ല സ്റ്റേബിളുള്ള സാധനമാണ്. ഫീമെയിൽസിന് ഇയർ വരാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, മെയിൽസിന് ആദ്യം തന്നെ ഇയർ കയറി വരും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സൈസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ആവശ്യക്കാർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത് പറഞ്ഞാൽ ഫീമെയിൽസ് ഒന്നുകൂടി സൈസ് ആകുമ്പോഴാണ് നല്ല ഭംഗി കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുക. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സൈസ് ആവും എന്നുള്ളത്. ഇപ്പോൾ ഇത് 2 മാസം കഴിഞ്ഞിട്ടായി വരും. ജൂനിയർ സൈസ് വിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഏകദേശമൊക്കെ ബ്രീഡിങ്ങിനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടുത്ത വെറൈറ്റി പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്കിൻ്റെ ഡംബോയർ, അതായത് ഫുൾ ബ്ലാക്കിൻ്റെ ഡംബോയർ. ഫീമെയിൽസിനൊക്കെ നല്ല ടോർസിൽ ഇറങ്ങുന്ന ഐറ്റാണ്. ഇത് നല്ല കുഞ്ഞുങ്ങളെ കിട്ടും കേട്ടോ. ഇതിന് നല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ കിട്ടും, ബൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റാണ്. ഒരു ട്രൈ ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട്, സോളിഡ് കളർ ആയതുകൊണ്ട് നല്ല മാർക്കറ്റിൽ നല്ല സെയിലുള്ള സാധനം കേട്ടോ ഇത്. അപ്പോൾ ഈ കാണുന്ന സൈസ് നമ്മുടെ അടുത്ത് കയ്യിൽ കൊടുക്കാനുണ്ട്. ഈ കാണുന്നത് ആൽബിനോ ഫുൾ റെഡിൻ്റെ ഡംബോയർ ആട്ടോ. മെയിൽസിന് ഇയർ വരും, എല്ലാം മെയിൽസിന് ഇയർ കയറി വരും കേട്ടോ. ജൂനിയർ സൈസ് തന്നെ നല്ല ഇയർ കയറി വരും. മുമ്പൊക്കെ ഇറങ്ങിയിരുന്ന സ്റ്റേബിൾ അല്ലായിരുന്നു, പക്ഷേ ഇത് നല്ല പക്ക സ്റ്റേബിളാണ്. എല്ലാ മെയിൽസിനും ഇയർ കയറി വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസാണ് നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ളത്. ഇതിൽ കണ്ടാൽ മനസ്സിലാവും ജൂനിയർ സൈസാണ്. ഇതിൻ്റെ ഇയർ എത്രത്തോളം ഉണ്ട് മനസ്സിലാവും. ബ്രീഡ് സ്റ്റോക്ക് ആയാലും ഒരു 3-3.5 മാസമൊക്കെ ആകുമ്പോൾ നല്ല ഇയർ കയറി വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസാണ് നമ്മളടുത്ത് കൊടുക്കാനുള്ളത്. ഫീമെയിൽസും ഏകദേശം ഈ സൈസ് തന്നെ ഉള്ളൂ. ഫീമെയിൽസിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളൂ കേട്ടോ. മെയിൽസിൻ്റെ വീഡിയോയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ ഈ സൈസാണ് കൊടുക്കാനുള്ളത്. ആവശ്യക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പ്ലാറ്റിനം കോയിൻ്റെ പർപ്പിൾ ഇയർ ഡംബോയർ ആയിട്ട് വരുന്നത് കേട്ടോ. അടിപൊളി സാധനമാണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷാണ് കേട്ടത്. മെയിൽസിനെ കാണാൻ നല്ല ഭംഗിയാണ്. പർപ്പിൾ ഇയർ ആണ് ഇറങ്ങുന്നത്, പിന്നെ കോയി ഇറങ്ങും. അതുപോലെ തന്നെ ഇത് സ്റ്റെബിലിറ്റി കുറച്ച് കുറവാണ് കേട്ടോ. 60 to 70% സ്റ്റേബിളുള്ളൂ. പക്ഷേ ഇറങ്ങുന്ന ഫിഷൊക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പർ ഫിഷാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ മെയിൽസിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ഇയർ പർപ്പിൾ കളറായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ. ടോപ്പിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മളിത് സൈഡിൽ നിന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കിൻ്റെ വീഡിയോ ഞാനിത് സൈഡിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെ ഒരു ബിലോ 500ൻ്റെ താഴെ ഉള്ളൂ കേട്ടോ റേറ്റൊക്കെ. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ കൊറിയർ അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള 5 വെറൈറ്റി ഫിഷ്. ഇനിയും ഫിഷുകളൊക്കെ റെഡിയായി വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വയ്യ അപ്ഡേഷൻ കാണിക്കൂട്ട. സെയിലിനാകുന്ന ഫിഷ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് വിടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഒക്കെ ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്.